പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെ ആരംഭിക്കുകയാണ്. വലിയ മഴയാണ്. പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിൽ കനത്ത കാലവർഷം പെയ്യുന്നു എന്നുള്ളതാണ്. വടക്കൻ മേഖലകളിലെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും മറ്റും അവധിയാണ്. മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പ്രവചനം. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് തൽക്കാലത്തേക്ക് ഒരു വിരാമമുണ്ട്, ഒരു സമാധാനമൊക്കെ ഇപ്പോൾ അവിടെ കാണുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ നമ്മൾ പ്രേക്ഷകർക്കായി വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തലക്കെട്ട്. വടക്ക് കനത്ത കാലവർഷം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. 3 ജില്ലയിലും പ്രൊഫഷണൽ കോളേജിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലേർട്ട്. പെരിയാറിൽ കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുന്നു. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തകർക്ക് രക്ഷയുണ്ടോ? നവകേരള യാത്രക്കിടയിലെ മർദ്ദനക്കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നു വിധി. വിധി പറയുന്നത് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വയനാട്ടിൽ ആശങ്കയായി ഷിഗല്ല രോഗബാധ. സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ലക്ഷണങ്ങളുമായി നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിൽ. ജില്ലാതല ഉന്നതതല യോഗം രാവിലെ. ചന്തു സലിം കുമാറിന്റെ പിന്തുണയുമായി മല്ലിക സുകുമാരൻ. സുകുമാരൻ മരിച്ചപ്പോൾ പൃഥ്വിരാജിനുണ്ടായ അനുഭവവും സമാനമെന്ന് മല്ലിക. മരണവീട്ടിൽ ഔചിത്യമില്ലാതെ പെരുമാറുന്നവരിൽ താരങ്ങളുമെന്ന് വിമർശനം. സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള വിചാരക്കാർ ഒരുപാട് പേരുള്ള ഒരു സമൂഹത്തിലാണ്. പക്ഷെ അത് കാണിക്കേണ്ടത് ഒരു മരണ വീട്ടിലല്ല. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബ ഹസന്റെ മൊഴിയെടുക്കാൻ പോലീസ്. ഇന്ന് കടവന്ത്ര സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നേരിയായവ. ട്രംപിന്റെ അഭ്യർത്ഥനയിൽ താൽക്കാലിക വെടിനിർത്തലിന് വഴങ്ങി ഇറാനും ഇസ്രായേലും. പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ആക്രമിച്ചാൽ ഒപ്പമുണ്ടാകില്ലെന്ന് ഇസ്രായേലിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ പോകാം. സംസ്ഥാനത്ത് ശക്തമായ മഴ. ഇപ്പോൾ വടക്കൻ ജില്ലകളിലാണ് കാര്യമായ കാലാവസ്ഥാ പ്രവചനമുള്ളത് എങ്കിൽ പോലും തെക്കൻ ജില്ലകളിലും മഴയ്ക്ക് വലിയ കുറവില്ല. തലസ്ഥാനത്തൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു. കൊല്ലത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമൊന്നും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല ജില്ലകളിലും യാത്രാ നിരോധനമടക്കം, പ്രത്യേകിച്ച് ഇടുക്കിയിലും മറ്റും മലയോര മേഖലയിൽ യാത്രാ നിരോധനമടക്കം ഇതിനകം പ്രഖ്യാപിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. MS സനീഷ് കുമാർ കോഴിക്കോട്ട് നിന്ന്, KV ബൈജു കാസർഗോട്ട് നിന്ന്, നവമി കൊച്ചിയിൽ നിന്ന് ആദ്യം ചേരും. ആദ്യം കാസർഗോട്ടേക്ക് ഒന്ന് പോകാം. കാസർഗോഡ് ബൈജു, കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മഴ എങ്ങനെയുണ്ട്? നേരത്തെ നമ്മൾ ഈ റോഡ് ഇടിയുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. പുതിയ വിവരങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന പശ്ചാത്തലമാണോ? തീർച്ചയായും രഞ്ജിത്തെ, തുടർച്ചയായ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഇന്നും റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുഴകളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ നിരോധനമുണ്ട്. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് സ്കൂളിന്റെ മതിലിടിഞ്ഞു വീഴുന്ന ആ ഭീകര ദൃശ്യം നമ്മൾ പുറത്തുവിട്ടത്. അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പ്രത്യേകിച്ച് ഈ റെഡ് അലർട്ട് വരുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണയൊക്കെ സ്കൂൾ അവധിയുണ്ടോ എന്ന് ചോദിച്ച് നിരവധി കോളുകളായിരുന്നു നമുക്കുൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്തരം സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയ പാതയിലൂടെയുള്ള യാത്രയെല്ലാം വലിയ അപകടാവസ്ഥയിലാണ്. കാരണം പല ഇടങ്ങളിലും റോഡ് ഇടിഞ്ഞ് താഴെ പോകുന്നു, സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെ വലിയ തോതിൽ ആശങ്ക
ആശങ്ക നിലനിൽക്കുന്ന ജില്ലയാണ്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. മലയോര മേഖലകളിലെ അനാവശ്യ യാത്രകൾ അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങൾക്കുള്ളവർക്കാണ് വലിയ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കാരണം കടലാക്രമണ ഭീഷണിയുണ്ട്, ഒപ്പം ശക്തമായ കാറ്റ് വീശുന്ന സാഹചര്യമുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 2 കുട്ടികൾ, അതായത് 11ഉം 14ഉം വയസ്സുള്ള കുട്ടികൾ ഒരു മതിലിടിഞ്ഞ് അവരുടെ ഷെഡിന് മുകളിലേക്ക് വീണ് ദാരുണമായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടകരമായ മരങ്ങൾ, അതുപോലെ തന്നെ മതിലുകളെല്ലാം അത് പ്രത്യേകിച്ച് ജാഗ്രത വേണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം ജനപ്രതിനിധികളോടും ഒക്കെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അത് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. പക്ഷേ ഇതുവരെ ആരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ മലയോര മേഖലകളിലാണ് ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങളാണ് ഈ മലയോര മേഖലകളൊക്കെ. പലതരത്തിലുള്ള അപകടങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനാവശ്യ യാത്രകൾ മലയോര മേഖലകളിലേക്ക് ഒഴിവാക്കുക. പള്ളിക്കര ബീച്ച്, അതുപോലെ തന്നെ ചെമ്പേരിക്ക, അതുപോലെ കൈറ്റ് ബീച്ച്, കാഞ്ഞങ്ങാട്, ഇതെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. ഇത്തരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കി കൃത്യമായി ഈ കാര്യങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യുകയാണ് ജില്ലാ ഭരണകൂടം. രഞ്ജിത്ത്, ഏതായാലും കാസർഗോട്ടും കണ്ണൂരും ശക്തമായ മഴ അനുഭവപ്പെടുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങി. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകൾ മാറിയിട്ടില്ല. കൺട്രോൾ റൂം അടക്കം തുറന്ന് ആ മേഖലയിൽ വലിയ ജാഗ്രത ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. അവിടെ MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, കോഴിക്കോട്ടെ മഴയുടെ സ്ഥിതി എന്താണ്? റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവധിയാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കും മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട്ട് നിലനിൽക്കുന്നത്. ഏതാണ്ട് ഇന്നലെ ഒരു ഉച്ചവരെ മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് തലേന്ന് 2 ദിവസം തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ ശേഷം വീണ്ടും കാലവർഷം സജീവമായി നിലയുറപ്പിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണാൻ കഴിയുന്നത്. അതിതീവ്ര മഴയാണ് പലപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്നലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. മതപഠന കേന്ദ്രങ്ങൾ അടക്കമുള്ളവയ്ക്കാണ് അവധി ബാധകം എന്ന് കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ PSC പരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാവുകയില്ല എന്ന അറിയിപ്പിൽ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ജില്ലയുടെ താഴ്ന്ന മേഖലകളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഒരുപാട് തീരദേശ മേഖലകൾ അതിർത്തി പങ്കിടുന്ന ഒരു ഇടം കൂടിയാണ് കോഴിക്കോട് ജില്ല. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒപ്പം ഈ തീരപ്രദേശം കൊണ്ട് തന്നെ ജില്ലയുടെ മറുവശം പൂർണ്ണമായും മലയോര മേഖലകളാണ്. മലയോര മേഖലകളിലും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമൊക്കെയുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ തവണ വിലങ്ങാട് മറ്റുമൊക്കെ ഉണ്ടായ വലിയ അപകടത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അതുകൊണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവരെ നേരത്തെ തന്നെ കൃത്യമായ സുരക്ഷിത സങ്കേതങ്ങളിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശം അധികൃതർ നൽകിയിരുന്നു. ഇവർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റുമൊക്കെ ഇതിനകം ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കട്ടിപ്പാറ, തിരുവമ്പാടി, കൂടരഞ്ഞി പോലുള്ള മറ്റും മലയോര മേഖലകളുമുണ്ട്. ഇവിടെയും പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ പാറക്കഷ്ണങ്ങളും മറ്റുമൊക്കെ താഴേക്ക് അടർന്നു വീണ് അപകടമുണ്ടാവാനുള്ള സാധ്യത, പുഴകൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതകൾ എന്നിവയൊക്കെ നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മലയോരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ഒപ്പം പുഴയോട് ചേർന്ന ഇടങ്ങളിലെ ആളുകളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരുന്നു. ഒപ്പം പോലീസിനും മറ്റും ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാറാൻ തയ്യാറാവാത്തവരുണ്ട്, അവരെ കർശനമായി അവിടെ നിന്നും നീക്കം ചെയ്യണം. അതുകൊണ്ട് പരമാവധി അനിഷ്ടങ്ങളുണ്ടായാൽ ആൾനാശം അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഇതിനകം തുറന്നു കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയുടെ ഒരു ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ആശ്വാസം. പക്ഷേ വരും മണിക്കൂറുകളിലും മഴ കനത്ത് തന്നെ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഏതായാലും മഴ കോഴിക്കോട് ജില്ലയിലും ശക്തമായി തുടരുന്നുണ്ട്. ഈ 3 ജില്ലകൾ പ്രധാനമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളാണ്. ജനങ്ങൾ ജാഗ്രതയോടെ സമീപിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തെക്കൻ ജില്ലകളിൽ കാര്യമായ മഴ പ്രവചനമില്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ശക്തമായ മഴ
പല മേഖലകളിലും പെയ്യുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ഈ വാട്സപ്പ് മെസ്സേജായി മറ്റും ആളുകൾ അയച്ചു തരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പല മേഖലകളിലും തെക്കൻ ജില്ലകളും നിങ്ങളങ്ങനെ മറക്കണ്ട, അവിടെയും മഴയുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നും മറ്റും പ്രതികരിക്കുന്നുണ്ട് ജനങ്ങൾ. ഏതായാലും പക്ഷേ അതിതീവ്ര മഴ പ്രവചനം ഇതുവരെ ഇല്ല. എൽ നിനോ പ്രതിഭാസമൊക്കെ കൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മഴയുടെ ശക്തി കുറഞ്ഞേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് മറ്റു ചില സൂചനകൾ കൂടി നൽകും. നവമി, എറണാകുളം ജില്ലയിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ? കൊട ചൂടിയാണ് നവമി നിൽക്കുന്നത്, മഴയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ശക്തമാണോ? ഗുഡ് മോർണിംഗ്. രാവിലെയും ഇന്നലെ രാത്രിയും ഒക്കെ അതിശക്തമായ മഴയാണ്. പക്ഷേ ഒരു ഇടവേള എടുത്താണ് മഴ പെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരം നമുക്കറിയാം വെള്ളക്കെട്ട് പെട്ടെന്ന് രൂപപ്പെടുന്ന ഒരു നഗരം കൂടിയാണ്. അതുകൊണ്ട് ഈ ഇടവേളകളുള്ള ഒരു മഴ ആയതിനാൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റേ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അതിശക്തമായ അതിതീവ്രമായ മഴ രേഖപ്പെടുത്തിയില്ല. പക്ഷേ എങ്കിൽ പോലും വരും ദിവസങ്ങളിലൊക്കെ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. ഒപ്പം നഗരത്തിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേയുടെ ഒക്കെ പണി നടക്കുന്നതിനാൽ പ്രധാനപ്പെട്ട നഗര ഹൃദയ ഭാഗത്ത് പാലാരിവട്ടം, ഇടപ്പള്ളി, വരാപ്പുഴ ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഗതാഗതം രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ അശാസ്ത്രീയമായ ഒരു പണിയെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മെയിൻ്റനൻസ് ചെയ്യാതെ പെട്ടെന്നുള്ള ഈ പണി വരുമ്പോൾ സാധാരണ റോഡ് താറുമാറാകുകയും അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഇരുചക്ര വാഹനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അതിൽ കൂടി കടന്നു പോകുന്നത്. ചില താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ, മരട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ ആളുകൾ അവിടുന്ന് മാറി താമസിച്ചിട്ടില്ല. ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളം ഇനി ഉയർന്നാലോ അല്ലെങ്കിൽ വെള്ളക്കെട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രയാണ്. പ്രത്യേകിച്ച് ഈ കോതമംഗലം പോലുള്ള ഭാഗങ്ങൾ, മൂന്നാർ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നിടങ്ങളിൽ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കാക്കിയാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം പുഴയോരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ, ഇരുകരകളിലും താമസിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ജലനിരപ്പ് ഉയരുന്ന സാധ്യത കണക്കാക്കിയാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ തീരപ്രദേശത്തുള്ളവർക്ക് ചെല്ലാനം, മുനമ്പം പോലുള്ള പ്രദേശങ്ങൾ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള മഴയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അപകടങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും എറണാകുളം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടവിട്ടുള്ള മഴ, ഒരു ബ്രേക്ക് എടുത്താണ് മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ്. വെള്ളക്കെട്ട് വലിയ രീതിയിൽ രൂപപ്പെട്ടിട്ടുമില്ല. രഞ്ജിത്ത്, അതാണ് കൊച്ചിയിൽ നിന്നുള്ള, എറണാകുളത്ത് നിന്നുള്ള വാർത്തകൾ. മറ്റൊരു ദുഃഖകരമായ വാർത്ത, പെരിയാറിൽ ഒഴുക്കിൽപ്പെട്ട് ഇന്നലെ ഒരു യുവാവ് കാണാതായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും യുവാവിനായി തെരച്ചിൽ നടത്തും. ആലപ്പുഴ സ്വദേശി അഖിലിനെയാണ് കാണാതായത്. പെരുമ്പാവൂർ മഞ്ഞപ്പട്ടി കടവിലായിരുന്നു സംഭവം. അഖിലും സുഹൃത്തും വഞ്ചിയിൽ പുഴയിലൂടെ തുഴഞ്ഞ് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നീന്തി രക്ഷപ്പെടുകയായിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, വഞ്ചി മറിഞ്ഞാണ് അപകടമെന്ന് മനസ്സിലാകുന്നു. ഇന്നലെ കാര്യമായ തെരച്ചിലുണ്ടായി, പക്ഷേ അഖിലിനെ കണ്ടെത്താനായില്ല. ഇന്നും ശ്രമം തുടരും എന്നാണോ? രഞ്ജിത്ത്, അഖിലും സുഹൃത്തുമായിരുന്നു ഈ വഞ്ചി തുഴഞ്ഞ് കരയ്ക്കപ്പുറത്തേക്ക് പോയത്. നമുക്കറിയാം ശക്തമായ മഴയിലും അല്പമൊക്കെ പുഴയിൽ വെള്ളം രൂപപ്പെട്ട് കുത്തൊഴുക്ക് അല്പം കൂടുതലാണ്. ഈ കുത്തൊഴുക്കിലാണ് ഈ വഞ്ചി മറിഞ്ഞ് അഖിലും സുഹൃത്തും പുഴയിലേക്ക് വീണത്. സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടു. പക്ഷെ അഖിലിന് നീന്തൽ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് അപകടത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇതുവരേക്കും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി നടന്ന സംഭവമാണ്. പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി. ഫയർഫോഴ്സും ഒപ്പം നീന്തൽ വിദഗ്ധരും ഒക്കെ അവിടെ എത്തി പരിശോധന ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയും പുലർച്ചെയും തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ വലിയ മഴയാണ്. മഴയെ തുടർന്ന് ഈ പുഴകളിലൊക്കെ
വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിശക്തമായി തന്നെയാണുള്ളത്. അതുകൊണ്ട് പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്. കടലിലേക്ക് ഇറങ്ങുന്നതിനും പുഴയിൽ ഇറങ്ങുന്നതിനും ഒക്കെ ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശമുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് വകവയ്ക്കാതെ ആളുകൾ പുഴയിലേക്ക് ഇറങ്ങുന്നതാണ് ഇത്രയും വലിയൊരു അപകടങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയാണ് അഖില്. സുഹൃത്ത് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള സുഹൃത്തിനോടൊപ്പം വന്നതാണ്. അതിനിടയിലാണെങ്കിൽ വഞ്ചിയിൽ പുഴ കടന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ വലിയൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നും അഖിലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പുഴയിൽ ഇറങ്ങുന്നതിനും കടലിൽ ഇറങ്ങുന്നതിനും ഒക്കെ നൽകുന്നത്. അതുപോലും വകവയ്ക്കാതെ ആളുകൾ ഈ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ വന്ന് വിനോദസഞ്ചാരികൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറുന്നത്. രഞ്ജിത്ത്, തിരച്ചിൽ നിന്നും തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടതിനിടയിൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയാണ്. ജൂലൈ 31 വരെ 52 ദിവസമാണ് വർഷങ്ങളായി തുടരുന്ന ട്രോളിംഗ് നിരോധനം ഇന്നു മുതൽ നിലവിൽ വരുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യബന്ധനത്തിലുള്ള അവസരം കൊടുക്കുക, മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്നതൊക്കെ ട്രോളിംഗുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളാണ്. മത്സ്യങ്ങളുടെ പ്രജനനം കണക്കിലെടുത്താണ് നിരോധനവും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ വിലക്കുണ്ട്. പെയർ ട്രോളിംഗും നിരോധിച്ച പശ്ചാത്തലമുണ്ട്. ഇതര സംസ്ഥാന ബോട്ടുകൾക്ക് തീരത്ത് വിലക്കുണ്ട്. നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അതേസമയം ഇളവ് നൽകാറുണ്ട്. എല്ലാ തവണയും അങ്ങനെ ഇളവ് നൽകിയാണ് അവരെ സംരക്ഷിക്കുകയും മറ്റും ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 52 ദിവസം ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് ഉപരിതല മത്സ്യബന്ധനത്തിനും മറ്റും അനുവാദമുണ്ട് എന്നുള്ളതാണ് വിവരം. മറ്റു വാർത്തയിലേക്ക്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് ജില്ലയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ആരോഗ്യമന്ത്രി അടക്കം ബത്തേരിയിലെത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കെ മുരളീധരൻ അവിടെ ബത്തേരിയിലെത്തും. സമാന ലക്ഷണങ്ങളുള്ള നിരവധി വിദ്യാർത്ഥികൾ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സർക്കാർ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സ്കൂളിലുണ്ടായ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്ഥലത്ത് വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയും അവിടെ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും അവിടെ തുടർ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ 2 ദിവസമായി നേരിട്ടും അല്ലാതെയും ഒക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ആരോഗ്യമന്ത്രിയും ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയി ഇടപെട്ടു. സ്ഥലം MLA അവിടെ ക്യാമ്പ് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ. ഇന്നുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം, 2 കുട്ടികളുടെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതൊരു അലാമിംഗ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ മുഴുവൻ സ്വീകരിക്കാനുള്ള മാർഗനിർദ്ദേശം ഓൾറെഡി നൽകിക്കഴിഞ്ഞു. ഞാൻ ആരോഗ്യമന്ത്രിയുമായി ഇപ്പോൾ സംസാരിച്ചിരുന്നു. ആരോഗ്യമന്ത്രി നാളെ ഉച്ചയ്ക്ക് ശേഷം നേരിട്ട് സ്ഥലത്തെത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നാളെ കാലത്ത് 8:30 മണിക്ക് ബത്തേരിയിൽ ഇതിന്റെ ജില്ലാതലത്തിലുള്ള ഉന്നതതല യോഗം ഈ കാര്യത്തിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. 4ഓളം കുട്ടികൾക്ക് അവരുടെ സ്റ്റൂളിൽ രക്തം കണ്ടതായിരിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയതായിരിക്കുന്ന പ്രയാസങ്ങൾ കുട്ടികൾക്കുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ഇത് അഡ്രസ് ചെയ്യാനുള്ള സംവിധാനം മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. ഷിഗല്ല വൈറസ് ആയതുകൊണ്ട് ഈ കുട്ടികൾ പെരുമാറിയിട്ടുള്ള എല്ലാ ഇടങ്ങളും അതിന്റെ ഭാഗമായി പരിശോധിക്കാനും നല്ല രീതിയിൽ അവിടെ ആരോഗ്യപരമായിട്ടുള്ള സൗകര്യം വർദ്ധിപ്പിക്കാനുമുള്ള എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ജയരാജ് വിവരങ്ങളുമായി ചേരും. ജയരാജ്, ഷിഗല്ല ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്, സംശയമില്ല. ആരോഗ്യവകുപ്പ് ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും വയനാട്ടിലെത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്? ഈ ചികിത്സയിലുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അത്തരം കാര്യങ്ങൾ സ്ഥിരീകരണമുണ്ടോ? രഞ്ജിത്ത്, വയനാട് സുൽത്താൻ ബത്തേരി കോളിയാടി മാർവശന്റെ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സ്കൂളിലെ കുട്ടികൾക്കും അതുപോലെ ഒരു അധ്യാപികയ്ക്കും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. നിലവിൽ സമാന ലക്ഷണങ്ങളുള്ള നിരവധി വിദ്യാർത്ഥികൾ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കഠിനമായ വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയും കാരണം ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും അതിവേഗം നഷ്ടപ്പെടുന്ന അവസ്ഥ ഗുരുതരമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവർ, മറ്റ് രോഗമുള്ളവർ എന്നിവർക്കാണ് ഷിഗല്ല ബാധിച്ചാൽ കൂടുതൽ അപകട സാധ്യതയുള്ളത്.
എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കുട്ടികളുടെ വീടുകളിൽ ആരോഗ്യവകുപ്പ് നേരിട്ടെത്തി അന്വേഷണം നടത്തും. ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കുകയും ചെയ്യും. കൂടാതെ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ശക്തമായ മുൻകരുതൽ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. മുൻകരുതലുകൾ നടപടികൾ എടുക്കാൻ DMOയ്ക്ക് ഇതിനോടൊപ്പം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പഴകിയ ഭക്ഷണം അതുപോലെ തന്നെ മലിനജലം ഇതിലൂടെ തന്നെയാണ് ഈ രോഗം പടരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തട്ടുകടകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്താൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൃത്തിയില്ലാത്ത തട്ടുകടകൾക്കെതിരെ കർശന നടപടിയായിരിക്കും ഇനി സ്വീകരിക്കുക എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 9 മണിയോടെ തന്നെ ബത്തേരിയിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം കൃഷിമന്ത്രി ടി സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. കൂടാതെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് വൈകിട്ടോടെ ജില്ലയിലെത്തുമെന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ദിവസേനയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും തുടർ നടപടികളും ഈ ഉന്നതതല യോഗങ്ങൾക്ക് ശേഷം കൂടുതൽ ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഷിഗല്ല രോഗം വയനാട്ടിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലം അത് കുട്ടികൾക്കാണ്. കൂടുതൽ കുട്ടികൾ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യവകുപ്പ് ഇന്ന് യോഗം ചേരും. പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് ഇന്നലെ വൻ അഴിച്ചുപണിയുണ്ടായി. ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് കയർ വികസന വകുപ്പിൻ്റെയും ഭവന നിർമ്മാണത്തിൻ്റെയും അധിക ചുമതല കൂടി നൽകി. ക്ഷമിക്കണം, ദിവ്യ സയ്യരെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നീക്കി പകരം തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനമാണ് ദിവ്യ എസ് അയ്യർക്ക് നൽകിയത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ ഖേൽക്കർക്ക് PRD, കോസ്റ്റൽ ഇൻലാൻഡ് നാവിഗേഷൻ, പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ ചുമതല കൂടിയുണ്ട്. B. അശോക് ആകട്ടെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. N. പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാകും. D. സജിത് ബാബു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആകും. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട അഴിച്ചുപണികൾ. VV അരുൺ ചേരുന്നുണ്ട്. അരുണ്, ഇത്തരത്തിലുള്ള അഴിച്ചുപണി പ്രതീക്ഷിച്ചാണ് നമ്മൾ കാത്തിരുന്നത്. പ്രശാന്തിനും B. അശോകനും എന്ത് സ്ഥാനം കൊടുക്കും എന്നുള്ളതാണ്. ദിവ്യ എസ് അയ്യരെ സ്ഥാനചലനം അല്ലെങ്കിൽ മാറ്റി എന്ന് പറയാതെ അവർക്ക് മറ്റൊരു വകുപ്പിലേക്ക് മാറി എന്നല്ലേ പറയാൻ സാധിക്കൂ. അല്ലാതെ എന്തെങ്കിലും അതൃപ്തി ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിലില്ലല്ലോ. രഞ്ജിത്ത്, വലിയ അഴിച്ചുപണിയാണ് IAS തലപ്പത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ മാസം അവസാനം ചീഫ് സെക്രട്ടറി ജയതിലക വിരമിക്കും. അതുകൂടി കണ്ടുകൊണ്ടുള്ള ഒരു അഴിച്ചുപണിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് പകരമുള്ള ആൾ വിശ്വനാഥ് സിൻഹ, ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണോ അല്ലെങ്കിൽ KR ജ്യോതിലാലാണോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഏതായാലും വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ദിവ്യ എസ് അയ്യരുടെ കാര്യത്തിൽ അവരുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുമതല നടക്കം വരെ മാറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും കഴിഞ്ഞ കുറേ നാളുകളായി ദിവ്യ സയ്യരുടെ പ്രവൃത്തികളിൽ, അവരുടെ പിണറായി സ്തുതികളിൽ അത്ര ആഭിമുഖ്യം അവരോടില്ല. കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണെങ്കിൽ പോലും അവർ പലപ്പോഴും CPM-ന് അനുകൂലമായി, പ്രത്യേകിച്ച് പിണറായി വിജയന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനം കോൺഗ്രസ് ക്യാമ്പുകളിലുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മാറ്റമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം B. അശോകിൻ്റെയും N. പ്രശാന്തിൻ്റെയും ഉൾപ്പെടുത്തൽ തന്നെയാണ്. രണ്ടുപേർക്കും പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും അതുപോലെ കായിക യുവജനക്ഷേമ വകുപ്പിലാണ് പ്രശാന്തിന് നിയമനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് സെക്രട്ടറിയായാണ് B. അശോക് തിരികെ സർവീസിലേക്ക് വരുന്നത്, സസ്പെൻഷന് ശേഷം തിരികെ വരുന്നത്. രണ്ടുപേർക്കും അത്തരം നിയമനം നൽകിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവി മുതൽ 2021 ബാച്ച് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ ഉത്തരവാണ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിലും ചില മാറ്റങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. 2 പുതിയ SK തസ്തികകളും ഈ ഭരണ സൗകര്യത്തിനായി സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട്. KSEB, റവന്യൂ, വിദ്യാഭ്യാസം തുടങ്ങി പ്രധാന വകുപ്പുകളിലാണ് ഈ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത്. MG രാജമാണിക്യം KSEBയുടെ തലപ്പത്തേക്ക് വരികയാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CMD ആയിട്ടാണ് രാജമാണിക്യത്തെ നിയമിച്ചിരിക്കുന്നത്. പവർ, എൻവയോൺമെൻറ്റ്, പാർലമെൻ്ററി അഫയേഴ്സ് എന്നീ ചുമതലകളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. KSEB MD ആയിരുന്ന മിൻഹാജ് ആലത്തെ കൃഷി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായും അഗ്രികൾച്ചർ കാർഷികോൽപാദന കമ്മീഷണറായുമാണ് മാറ്റി നിയമിച്ചത്. ആരോഗ്യവകുപ്പിലും വലിയ മാറ്റമുണ്ട്. ശർമിള മേരി ജോസഫാണ് ആരോഗ്യവകുപ്പിൻ്റെ പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ അധിക ചുമതലയും അവർക്ക് നൽകിയിട്ടുണ്ട്. രേണുരാജ് ഇടവേളയ്ക്ക് ശേഷം പഠന അവധിയിലായിരുന്നു ഡോക്ടർ രേണുരാജ്. അവർ തിരികെ എത്തുമ്പോൾ ആരോഗ്യവകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായും അതുപോലെ KMSCL അധിക ചുമതലയും അവർക്ക് നൽകിയിട്ടുണ്ട്.
ബി അശോക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ്. ടി വി അനുപമ ഗതാഗത വകുപ്പ് സെക്രട്ടറിയായി വരുന്നു. KSRTC വലിയ മാറ്റങ്ങളടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകാൻ പോവുകയാണ്. അത് അവിടേക്ക് ഗതാഗത വകുപ്പ് സെക്രട്ടറി ടി വി അനുപമ വരികയാണ്. എയർപോർട്ട്, മെട്രോ റെയിൽ എന്നിവയുടെ അധിക ചുമതലയും അനുപമയ്ക്ക് ഉണ്ടാകും. ലാൻഡ് റവന്യൂ കമ്മീഷണർ സെലക്ഷൻ ഗ്രേഡിൽ സ്പെഷ്യൽ സെക്രട്ടറി തുല്യമായി അനുവദിച്ച തസ്തികയിലേക്ക് H ദിനേശിനെയാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കമ്മീഷണറുടെ ചുമതലയും ദിനേശിന് നൽകിയിട്ടുണ്ട്. ജീവൻ ബാബു റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നിയമനം വന്നിരിക്കുന്നത്. ദിവ്യ അയ്യരെ മാറ്റിയിരിക്കുന്നു, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. വിശ്വാസ് സിൻഹയ്ക്ക്, അതായത് ചീഫ് സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പേര് വിശ്വാസ് സിൻഹയാണ്. അദ്ദേഹത്തിന് കയർ ഭവന നിർമ്മാണ വകുപ്പുകളുടെ പൂർണ്ണ അധിക ചുമതല കൂടി നൽകിയാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്. KR ജ്യോതിലാലിന് പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറിയുടെയും പ്ലാനിംഗ് വകുപ്പിൻ്റെയും അധിക ചുമതല നൽകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് അനു S നായരെ നാഷണൽ NHMൻ്റെ ഡയറക്ടറായിട്ടാണ്, സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറായാണ് മാറ്റം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനിയും ചില മാറ്റങ്ങൾ വന്നേക്കാം. ഭരണ സൗകര്യത്തിനായി കൂടുതൽ മാറ്റങ്ങൾ IAS തലപ്പത്ത് സർക്കാർ കൊണ്ടുവന്നേക്കാം. അതിനൊപ്പം തന്നെ IPS തലപ്പത്തും അഴിച്ചുപണി അധികം വൈകാതെ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്നോ നാളെ അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങാനാണ് സാധ്യത. ശരി, മറ്റൊരു വാർത്തയിലേക്ക്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. 3 ദിവസം നീണ്ടുനിന്ന വാദത്തിനൊടുവിലാണ് ഇന്ന് വിധി പറയുക. ഈ സമയത്ത് നിരവധി പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, നിരീക്ഷണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. 20 തവണയോളം ഈ അടിക്കും ദൃശ്യങ്ങൾ കോടതി കണ്ടു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി അന്ന് ലഭ്യമായിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനം, അത് LDF സർക്കാരിൻ്റെ കാലത്ത് കാര്യമായി അന്വേഷിച്ചിരുന്നില്ല. UDF സർക്കാർ വന്ന സമയം മുതൽ അന്വേഷണം കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്, ഗൺമാന്മാരടക്കം സസ്പെൻഷനിലാണ്, ഒളിവിലാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ SIT പറയുന്നുണ്ട്. ചന്തു സലിം കുമാറിന് പൂർണ്ണ പിന്തുണയുമായി മല്ലിക സുകുമാരൻ. നടൻ സലിം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും മകൻ ചന്തു പ്രതികരിച്ചതിനോട് 100% യോജിക്കുന്നുവെന്നാണ് മല്ലിക സുകുമാരന്റെ പ്രതികരണം. സുകുവേട്ടന്റെ മരണദിനത്തിൽ താനും ഇതേ അവസ്ഥ അനുഭവിച്ചതാണ്. അന്ന് പൃഥ്വിരാജ് ചോദിച്ചു തന്നെയാണ് ഇന്ന് ചന്തുവും ചോദിക്കുന്നതെന്ന് മല്ലിക സുകുമാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരു വ്യക്തി പോലും അത് മുമ്പിൽ കൂടെ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇന്നാരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. ആദ്യം അറിയാതെ അദ്ദേഹം കയറി മുമ്പിൽ നിന്നു. അപ്പോൾ ആരോ തോളത്ത് തട്ടുന്നുണ്ടപ്പോൾ അവർ കുറച്ച് മാറി നിന്നു. എന്തിനാ പിന്നെ അവിടെ പോയത്? ഈ മനുഷ്യൻ്റെ ചലനമറ്റ ശരീരം കാണാൻ പോകുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അവിടെ ഉണ്ടെന്നും കാണണമെന്ന് പറഞ്ഞുകൂടെ? അതോ ചുമ്മാ ക്യാമറയിൽ ഞാനും വന്നോട്ടെ അവിടെ? അതങ്ങനെയുണ്ട്, കുറച്ച് പേര് സിനിമാക്കാരിലുണ്ട്. ഞാൻ വലിയ താരങ്ങളല്ല, അവരൊക്കെ പോയത് വേദനയോടുകൂടി തന്നെയാണ് പോകുന്നത്. അല്ലാതെ പോകുന്നവരുണ്ട്, ഞാനിവിടെ വന്നു. അങ്ങനെയുള്ളവർക്കാണല്ലോ ഈ കുറച്ച് മാറി നിന്ന് കാണുന്നതിലും പ്രമുഖരുടെ കൂടെ നിന്നിടിക്കാനുള്ളൊരു താല്പര്യം. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറയുന്നത്. സത്യം, മനുഷ്യർക്ക് വിവരമില്ലാതായാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പോലെ. എന്തും കാണിച്ച് എൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള വിചാരക്കാർ ഒരുപാട് പേരുള്ളൊരു സമൂഹത്തിലാണ്. പക്ഷേ അത് കാണിക്കേണ്ടത് ഒരു മരണ വീട്ടിലല്ല. അവർ വല്ല പരിപാടിക്കോ അവാർഡ് നൈറ്റിനോ ധാരനിശയ്ക്കോ ചലച്ചിത്രോത്സവത്തിനോ ഒക്കെ നടന്നോട്ടെന്നേ, അവിടെയൊക്കെ എന്തും കാണിച്ചോട്ടെ. പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, സത്യം ഞാൻ പറയട്ടെ, ഞാൻ ആലോചിച്ചു, ഇന്നലെ തന്നെ പോകണ്ട, ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കൊച്ചിക്ക് പോവാം, ഞാനവിടെ പോകും, ഞാൻ കാണും. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇടിച്ച് അവരെയൊക്കെ തള്ളിയിട്ടോണ്ട് എനിക്കതൊന്നും താങ്ങാനൊക്കത്തില്ല. കാരണം ഞാൻ ഇതേ ദുഃഖം അനുഭവിച്ച് ഇതേ ചോദ്യം എൻ്റെ മക്കൾ അന്ന് 10ൽ പഠിക്കുന്ന പൃഥ്വിരാജ് ദേഷ്യത്തോടുകൂടി അവർ എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങോട്ട് കയറ്റുന്നതെന്ന്. അതവനറിയത്തില്ലെന്ന്. 15 വയസ്സേ ഉള്ളൂ. അവൻ വിചാരിച്ചു, അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്തിനാ അമ്മ ഇവർ ബഹളം വയ്ക്കുന്നത് എന്നുള്ള സങ്കടമാണത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തവരെയൊന്നും ആ പ്രദേശത്ത് കയറ്റരുതെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി സെൽഫി എടുക്കുക, അവിടെ പോയി ഷോൾ ഇടാൻ നോക്കുക. എന്തെല്ലാം ചിരിച്ചുകൊണ്ടെന്ന് വർത്തമാനം പറയുന്നുണ്ട് ചിലരൊക്കെ, എന്തോ തമാശ പറഞ്ഞിട്ടൊക്കെ. എനിക്ക് ഞാൻ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ശത്രുവാണ്. അല്ല, സത്യം ഉണ്ട്. വന്നിരുന്നിട്ട് പുറകെ നിരന്നിരുന്നേച്ച് അവർ തമ്മിലുള്ള സംസാരം, അവർ തമ്മിൽ സംസാരിക്കാൻ പുറത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്.
ഈ മരണ വീട്ടിൽ ചെന്ന് ഈശ്വര ഞങ്ങളുടെയൊക്കെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്, ഇപ്പം എൻ്റെ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ ഞങ്ങളൊക്കെ അവിടെ ചെന്ന് നമഃശിവായ ജപിക്കുകയാണ് പതിവ്. അതല്ലേ മറ്റൊരു മതമാണെങ്കിൽ അതുപോലെ പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടില്ലേ, പള്ളിയിൽ പോയാലും ഉണ്ട്, എവിടെ പോയാലും ഉണ്ട്. നമുക്കത് ചൊല്ലാനറിയാൻ വയ്യെങ്കിലും അതിൽ ചേരുക കൈകൂപ്പി വെച്ചുകൊണ്ട്. അല്ലാതെ അവിടെ ചെന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ കാര്യം എനിക്ക് ഒന്നും മനസ്സിലാവില്ല. കേരളം ഒരു വല്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ പോകുന്നതെന്നുള്ളത് ചോദിച്ചാൽ അതിനൊന്നും ഞാൻ ഭരിക്കുന്നവരെയൊന്നും കുറ്റം പറയത്തില്ല. വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ പറയണം ഇങ്ങനെ ഇറക്കി വിടുന്നതിന്. സത്യം പറയാം, എനിക്ക് ഇന്നലത്തെ എൻ്റെ ദൈവമേ, സനൽകുമാറിൻ്റെ മോനെ ആര് പറഞ്ഞാലും അവനെൻ്റെ അങ്ങേപ്പുറത്തെ അനുഭവിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ വേദന ഇതൊക്കെ പറയുമ്പോഴും ആ മുഖം കണ്ടില്ലേ, അങ്ങ് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് മുഖമൊക്കെ വിറയ്ക്കുന്നു. അതിൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാണത്. ഒന്ന് മാറി നിൽക്കുക കേൾക്കണ്ടേ. ഈ മൊബൈലുകാരുടെ കാര്യമാണ് സഹിക്കാൻ വയ്യാത്ത. കാരണം എന്താ അറിയോ, ഈ ഒരു അനുഭവസ്ഥയാണ് ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ നിന്ന് കലാഭവനിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വയ്ക്കുന്നു. അവിടുന്ന് സുഹൃത്തിൻ്റെ ബോഡി എടുക്കാൻ താമസിക്കണേ ഉള്ളിൽ പ്രാർത്ഥിക്കണം. അത്രയും നേരം കൂടെ നമുക്ക് ആ മുഖമെങ്കിലും കാണാമല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. ഇന്നലെ ആ മോൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സലിംകുമാറിൻ്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്ത് സത്യസന്ധമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് സലിംകുമാർ എന്നറിയാമോ? ഇപ്പം തന്നെ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കൂ. പാർട്ടിയുടെ അനുഭാവിയായിട്ടല്ല അദ്ദേഹം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വീകരണങ്ങൾ തന്നത് മുഴുവൻ ഞാൻ നാഷണൽ അവാർഡ് വാങ്ങി വന്നപ്പോൾ സ്ഥലത്തെ DYFIക്കാർ തന്നു പറയുന്നു. അതൊക്കെ പക്ഷേ അത്രയും സത്യസന്ധമായിട്ട് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ആൺകുട്ടിക്ക്, ഒരു മകന് ആ അച്ഛനെ ഓർത്തുള്ള അഭിമാനം എന്തായിരിക്കും ആലോചിച്ചോ? അങ്ങനെയുള്ള ഒരു അച്ഛൻ പോയി, ഇനി അച്ഛൻ്റെ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള തോന്നൽ തന്നെ തകർത്തുകളയും അവരെ. കാരണം ഞാനിതുപോലെ 2 ആമക്കളെ ഞാൻ 10ലും പിന്നെ ഇന്ദ്രൻ അങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ എഞ്ചിനീയറിങ്ങിനും. 12 കഴിഞ്ഞ് ചേരാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്താണ് സുഗോട്ടൻ്റെ മരണം. അന്ന് ഈ കലാഭവനിലേക്ക് കൊണ്ടുവച്ചു. പാവം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഓടി വന്നു. മമ്മൂട്ടി വന്നപ്പോഴത്തേക്ക് അന്ന് ഈ പറഞ്ഞിട്ട് ഇതുപോലെ വലിയ ബഹളം, അടുത്ത ആൾ വന്നപ്പോഴും ബഹളം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മോനിങ്ങനെ ഒരുമാതിരി നിർവികാരനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടവും സഹിക്കാൻ വയ്യ. അവർ കുറച്ച് കഴിയുമ്പോൾ എടുക്കും, അവിടെ നിന്ന് എടുക്കും, ആംബുലൻസ് വന്ന് നിൽക്കുന്നു, എടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു. അപ്പോൾ ആ ഒരു വെപ്രാളം. അപ്പോൾ അവനിങ്ങനെ എൻ്റെ തോളത്ത് വന്ന് കൈവച്ച് എല്ലാം കഴിഞ്ഞിട്ട് അന്നേരം ചോദിച്ചില്ല, അമ്മേ ഇപ്പോൾ ഈ ഇങ്ങനെ വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ ശരിക്കും അച്ഛനെ കാണാൻ വന്നതായിരിക്കത്തില്ല അമ്മേ, സ്റ്റാർസിനെ കാണാൻ വന്നതായിരിക്കും, അവർക്ക് വേറൊരു സ്ഥലം കൊടുത്തൂടെ? അവരെന്നോട് ചോദിച്ച ചോദ്യം. മരണവീട്ടിൽ ഔചിത്യമില്ലാതെ താരങ്ങളും പെരുമാറുന്നു എന്നും വിമർശനമുണ്ട്. ക്യാമറയിൽ മുഖം വരാൻ വേണ്ടി മാത്രം മരണവീട്ടിലെത്തുന്ന സിനിമാക്കാരുണ്ടെന്നും മല്ലിക സുകുമാരൻ രൂക്ഷമായി വിമർശിച്ചു. ഇത് ഇന്നലത്തെ ചന്തു സലിംകുമാറിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ചന്തു സലിംകുമാറിന് അനുകൂലമായ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് താരങ്ങൾ ചന്തുവിന് അനുകൂലമായി സംസാരിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത്രയധികം മൊബൈൽ ഫോണുകളുമായി ഇത്രയധികം ആളുകൾ, യൂട്യൂബ് ചാനലുകാർ അവിടെ ഇടിച്ചു കയറിയതിനെ മുഖ്യമന്ത്രിയും വിമർശിച്ചിരുന്നു. അദ്ദേഹം രൂക്ഷമായി അവിടെ പ്രതികരിച്ചിരുന്നു. ഇതൊക്കെ ഇപ്പോൾ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. KUWJയും ഇന്നലെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്ന തരത്തിൽ പോകരുത്, എല്ലാവരും മാധ്യമപ്രവർത്തകരാണ് എന്ന് ചിന്തിക്കരുത് എന്നായിരുന്നു KUWJയുടെ പ്രതികരണം. സർക്കാർ തലത്തിൽ കൃത്യമായ നടപടി വേണം എന്ന് മല്ലിക സുകുമാരൻ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടു. അമ്മ സംഘടനയിലെ തർക്കങ്ങളിലും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു. ഇങ്ങനെയുള്ള ഈ മൊബൈലുകാരെ കർശനമായിട്ട് നിരോധിക്കണം. അതിനുള്ളൊരു സംവിധാനം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെയാണ്, മുഖ്യമന്ത്രിയുടെ സുഹൃത്തും കൂടെയാണ് സലീം. ഞങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ അപേക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് സാധിക്കും, കുറച്ച് വളരെ ഒരു പറഞ്ഞതിൻ്റെ വിട്ട് കർശനമായിട്ടത് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള കുട്ടികളെ, ഈ മൊബൈലുമായിട്ട് വരുന്നവരെ ഇവിടെ എല്ലാം കയറിയാലും ശരി, അവസാനത്തെ ചടങ്ങ് ഒരു വായ്ക്കരി ഇടുന്ന സമയത്തെങ്കിലും ആ ഭാര്യയ്ക്കും മക്കൾക്കും സ്വസ്ഥമായിട്ട്, അത് എന്തോ ആവട്ടെ, അത് ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, അവസാനം അതങ്ങോട്ട് കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അത് അടുത്തിരിക്കുന്നിടത്ത് നിങ്ങളാരും പോവുകയുള്ളൂ എന്ന് പറയേണ്ട ഒരു സംവിധാനം കൊള്ളണമെന്ന് നിങ്ങൾ മെയിൻ സ്ട്രീം ചാനലുകാർ ഉത്സാഹിക്കണം. അത് ബന്ധപ്പെട്ടവരെ ധരിപ്പിക്കണം. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇരുന്ന് അപേക്ഷിക്കാനേ ഒക്കുള്ളൂ. നടപ്പാകുമെന്നൊന്നും അറിയത്തില്ല. സലീം പറഞ്ഞ പോലെ ഏത് പാർട്ടിയിൽ നിന്നാലും പാർട്ടിക്കാർക്ക് ഇപ്പം നമ്മളൊക്കെ പറയുന്നതിനെക്കാട്ടിൽ വില ഒരു പക്ഷേ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും, അല്ലേ? ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമമൊക്കെ പറഞ്ഞാൽ കുറേ കൂടെ അവരെ ശ്രദ്ധിക്കുമായിരിക്കും. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബയുടെ മൊഴിയെടുക്കാൻ പോലീസ്.
ഇന്ന് കടവന്ത്ര സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. ടിനി ടോം തന്നെ മതതീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു അൻസിബയുടെ പരാതി. ഇൻഫോ പാർക്ക് പോലീസിൽ നൽകിയ പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഇതിപ്പോൾ നേരത്തെ ഇത്തരം ഒരു പരാതിയുമായി അൻസിബ രംഗത്ത് വന്നിരുന്നു. ദൈവം ഇതെല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ട് എന്നാണ് ടിനി ടോം പ്രതികരിച്ചത്. സലീംകുമാറിൻ്റെ മരണമോ കഴിഞ്ഞ് ഒരു ദിവസം മാത്രം ഉള്ള ഒരു സമയമാണ്. അവിടെയാണ് സിനിമാ തർക്കം വീണ്ടും രൂക്ഷമാകുന്നത്. എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, 1-ാം തീയതിയായിരുന്നു അൻസിബ ഇൻഫോ പാർക്ക് പോലീസിന് ടിനി ടോമിനെതിരെ പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് ടിനി ടോം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വെച്ചും തന്നെ മോശമായി ചിത്രീകരിക്കുന്നു, തനിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുന്നു, തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുവാനും ടിനി ടോം പലയിടങ്ങളിലും ശ്രമിച്ചു, തന്റെ സുഹൃത്തുക്കളോടടക്കം ഇത് ടിനി ടോം പറഞ്ഞിരുന്നു എന്നാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നീന കുറുപ്പിനെയും ഈ അമ്മ താരസംഘടനയായ അമ്മയുടെ കുടുംബ സംഗമ വേദിയിൽ വെച്ച്, കുടുംബ സംഗമത്തിന്റെ വേളയിൽ വെച്ച് ടിനി ടോം നീന കുറുപ്പിനെതിരെയും അസഭ്യ വർഷം ചൊരിഞ്ഞിരുന്നു. അതും ഒക്കെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ടിനി ടോമിൽ നിന്നും പലർക്കും വളരെ മോശം അനുഭവം ഉണ്ടായി എന്നാണ് അൻസിബ ഇൻഫോ പാർക്ക് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷെ ഈ പരാതി കടവന്ത്ര പോലീസിനാണ് കൈമാറിയത്. കാരണം ഈ പറയുന്നത് ഈ അമ്മയുടെ കുടുംബസംഗമം നടന്നത് കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഈ സംഭവം നടന്നത് കടവന്ത്ര സ്റ്റേഷൻ പരിധിയിലായതിനാലാണ് കടവന്ത്ര പോലീസിന് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് അൻസിബയുടെ മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 10 മണിക്ക് തന്നെ അൻസിബ മൊഴി നൽകാൻ എത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അൻസിബ നേരത്തെ ലക്ഷ്മിപ്രിയക്കെതിരെയും ഒപ്പം തൃപ്പൂണിത്തറ SI രേഷ്മയ്ക്കെതിരെ, വനിതാ SI രേഷ്മയ്ക്കെതിരെയും ഒരു പരാതി നൽകിയിരുന്നു. അതിൽ മാനനഷ്ട കേസാണ് നൽകിയത്. 1 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസാണ്. അതായത് ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിക്ക് കൗണ്ടറായിട്ടായിരുന്നു അൻസിബയുടെ പരാതി. തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു, 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തി എന്നായിരുന്നു ആ പരാതിയിൽ പറയുന്നത്. അതിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അൻസിബയുടെയും ലക്ഷ്മിപ്രിയയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അൻസിബ ടിനി ടോമിനെതിരെ പരാതി നൽകിയത്. എന്തായാലും അമ്മ സംഘടനയിൽ നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പുതിയ സമിതിയൊക്കെ രൂപീകരിക്കും, പുതിയ ആളുകളായിരിക്കും പരാതി കേൾക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതുവരേക്കും മറ്റ് നടപടികളിലേക്കൊന്നും സംഘടന കടന്നിട്ടുമില്ല. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്കാണ് കടവന്ത്ര സ്റ്റേഷനിലെത്തി അൻസിബ ടിനി ടോമിനെതിരായ മൊഴി നൽകുക. ഒപ്പം ടിനി ടോമിന് എതിരായിട്ടുള്ള തെളിവുകളും തന്റെ പക്കലുണ്ട്, അതും നൽകുമെന്നാണ് അൻസിബ വ്യക്തമാക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 100-ാം വർഷവും ഒരു സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. ഉദ്യാവർ തോട്ട GMLP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തുടങ്ങി പലവിധ കാരണങ്ങളാൽ കടുത്ത ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. 1927 ജനുവരി 1-നാണ് ഉദ്യാവർ തോട്ട GMLP സ്കൂൾ ആരംഭിച്ചത്. തലമുറകളായി ആയിരക്കണക്കിന് പേർക്ക് വിദ്യ പകർന്നു നൽകി 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഈ സ്കൂൾ ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിലാണ് സ്കൂൾ കെട്ടിടവും സ്ഥലവും. വഖഫ് ഉടമസ്ഥതയിലായതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടത്തിലെ ഹാളിൽ തട്ടികൾ വെച്ച് തിരിച്ചാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ഒരു മുറി അംഗൻവാടിയായി പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള 3 മുറികളിൽ ഒന്നിൽ സ്കൂൾ ഓഫീസും ഒരു ക്ലാസ് മുറിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റ ശൗചാലയമാണുള്ളത്. അതാകട്ടെ തൊട്ടടുത്തുള്ള മദ്രസയുടേതാണ്. വിദ്യാലയത്തിലേക്കും അംഗൻവാടിയിലേക്കും വെള്ളമെടുക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറിൽ നിന്ന്. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഓടുമേഞ്ഞ ചെറിയൊരു ഷെഡാണ് അടുക്കള. നിന്നു തിരിയാൻ ഇടമില്ലാത്ത ഇവിടെ നിന്നാണ് അംഗൻവാടിയിലേക്കും സ്കൂളിലേക്കും ഭക്ഷണം പാകം ചെയ്യുന്നത്. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലും സർക്കാർ സഹായം ലഭ്യമാകാത്ത സ്ഥിതിയുണ്ട്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന കാരണത്താൽ സുരക്ഷാ ക്ലിയറൻസും അനുവദിച്ചിട്ടില്ല. ഇതൊരു സാധാരണ 100 വർഷം പഴക്കം
1927 ഇതിലേക്ക് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ 1000 ജമാഅത്ത് പള്ളി കമ്മിറ്റീൻ്റെ എൻ്റെ വഖഫിൻ്റെ കീഴിലാണ് ഇത് ഉള്ളത്. അപ്പോൾ സ്കൂളെന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളാണ്. അപ്പോൾ ഇപ്പോഴും ഈ വാടക കെട്ടിടത്തിലാണ്. സർക്കാർ അങ്ങോട്ട് വാടക കൊടുക്കുന്ന ഒരു ഏക വിദ്യാലയമാണ്. കാസർഗോഡ് ജില്ല എന്നല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ കാണൂല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് മാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാറുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കെട്ടിടത്തിന് ഒരു താൽക്കാലിക ഫിറ്റ്നസ് കിട്ടിയാൽ പോലും അപ്പുറമുള്ള ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ മാറുമ്പോൾ അതിലേക്ക് പുതിയ ഫിറ്റ്നസ് എടുക്കണം. അപ്പോൾ അത് AE അല്ല AX ആണ് തരേണ്ടത്. അപ്പോൾ അതിനുള്ള പേപ്പറും കാര്യം കുറേ ദിവസം അങ്ങോട്ട് പോവും. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പരിഭവത്തിലാണ് ഞങ്ങളുള്ളത്. നിലവിൽ 1 മുതൽ 4 വരെ 26 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. 16 കുട്ടികൾ അംഗൻവാടിയിലും പഠിക്കുന്നു. നിർധന കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവരിൽ ഏറെയും. സ്കൂൾ വാഹന സൗകര്യമില്ലാത്തതിനാൽ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവവും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും കാരണം വലിയ ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും KB ബൈജു, ന്യൂസ് 18. ബൈജു തത്സമയം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൈജു, നമ്മളിപ്പോൾ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് കാസർഗോട്ടെ കനത്ത മഴയെക്കുറിച്ചാണ്, റെഡ് അലേർട്ടിനെ കുറിച്ചാണ്. അത് ശക്തമായ മഴ, കാലാവസ്ഥയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു ജില്ലയിലാണ് ഒരു സ്കൂള് ഒരു സുരക്ഷിതത്വം ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും നേരത്തെ ആ സംസാരിച്ച അധ്യാപകൻ പറഞ്ഞതുപോലെ സർക്കാർ അങ്ങോട്ട് വാടക കൊടുത്ത് ഒരു സ്കൂൾ കെട്ടിടം നടത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കാം. ഇതിനുള്ള നടപടികൾ എന്തുകൊണ്ടാണ് കൂടുതലായി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ മടിക്കുന്നത്? ഇതിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴും അധികാരികൾ തുടരുന്നുണ്ടോ? ഉള്ള ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. അതും രഞ്ജിത്ത്, കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ സർക്കാർ പണം കൊടുക്കുന്ന, വാടക കൊടുക്കുന്ന ഏക സ്കൂൾ വേറൊരു സ്കൂൾ ഇല്ല എന്നാണ് അവിടുത്തെ അധ്യാപകർ പറയുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ അവഗണന നേരിടുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളുടെ അവസ്ഥ, സ്കൂളുകളുടെ മതിൽ ഇടിഞ്ഞ് വീഴുന്ന ഒക്കെ അവസ്ഥ, വലിയ അപകടകരമായ അവസ്ഥ. അങ്ങനെ ഇരിക്കെ കൺമുന്നിൽ നേരിട്ട് കാണാൻ പറ്റുന്ന അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിനോടാണ് ഈ അവഗണന എന്നതാണ് ഏറ്റവും പ്രധാനം. ഏത് സമയത്തും അത് തകർന്നു വീഴാവുന്ന തരത്തിലാണ് ഇതിന്റെ മേൽക്കൂരയൊക്കെ ഉള്ളത്. ഞാൻ അവിടെ നേരിട്ട് പോയപ്പോൾ സങ്കടം തോന്നി. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ചുമര്, ആ ചുമരിന് താഴെ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നു. അതായത് 26 കുട്ടികൾ 1 മുതൽ 4 വരെയും. അതോടൊപ്പം അംഗൻവാടിയും ഈ ഇതേ കെട്ടിടത്തിലാണ് അംഗൻവാടിയും പ്രവർത്തിക്കുന്നത്. 16 കുട്ടികളാണ് അംഗൻവാടിയിൽ. അങ്ങനെ 50ഓളം കുട്ടികൾ വലിയ തോതിൽ അപകട ഭീതിയിൽ കഴിയുന്ന ഒരു സ്കൂൾ. ആ സ്കൂളിനോടാണ് അവഗണന. ഇത് ഏറ്റവും പ്രധാനം മഞ്ചേശ്വരം മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം പഞ്ചായത്ത് മുസ്ലിം ലീഗാണ്. MLA മുസ്ലിം ലീഗാണ്. പല തവണ AK മസ്റൂഖോട് ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞിട്ടും സൂചിപ്പിച്ചിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ അവർ തയ്യാറായില്ല എന്നതാണ്. അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ കെട്ടിടം എന്ന് പറയേണ്ടി വരും. ഏത് സമയത്തും നല്ലൊരു മഴ വന്നാൽ, നമുക്കറിയാം റെഡ് അലർട്ടാണ്, തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏത് സമയത്തും അത് നല്ലൊരു മഴയും കാറ്റും വന്നു കഴിഞ്ഞാൽ ആ കെട്ടിടം അപകടത്തിൽപ്പെടും. ഇത്രയും കുട്ടികളുടെ ഭാവി, ഈ ജീവിതമാണ് ആ ക്ലാസ് മുറിക്കകത്തുള്ളതെന്ന് പറയേണ്ടി വരും. ഏതായാലും ജില്ലാ കലക്ടർ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. അർജുൻ പാണ്ഡ്യൻ എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജനകീയ കലക്ടറാണ് ഇപ്പോൾ കാസർഗോഡ് കലക്ടർ. അദ്ദേഹം വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. ഒരുപക്ഷെ കലക്ടറുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കലക്ടർ ഈ ദൃശ്യം കാണുക, വിദ്യാഭ്യാസ മന്ത്രി ഈ ദൃശ്യം കാണുക, ഒരു അപകടമുണ്ടാകാൻ കാത്തിരിക്കാതെ ഈ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു സ്കൂളിലേക്ക് മാറ്റുക. ഏറ്റവും പ്രധാനം ഇതിന്റെ ഫിറ്റ്നസ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ് രഞ്ജിത്ത്. ഇപ്പോൾ ഈ സ്കൂളിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ കെട്ടിടത്തിലാണ് ഈ സ്കൂളിലെ ഈ കുട്ടികൾ പഠിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ തന്നെ മാർച്ച് ക്ലാസുകളൊക്കെ സ്വപ്നം കണ്ട് കഴിയുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഈ മഞ്ചേശ്വരത്തുള്ള ഈ സ്കൂളിന്റെ അവസ്ഥ അതിദയനീയം എന്ന് പറയുന്നത്. ഒരു ശൗചാലയം പോലുമില്ല.
പള്ളി വകയുള്ള കെട്ടിടത്തിലുള്ള ശൗചാലയത്തിലാണ് ഈ കുട്ടികൾക്ക് പോകേണ്ട അവസ്ഥ. ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ ഒരു നല്ല സ്ഥലമില്ല, പാചകം ചെയ്യാൻ കൃത്യമായ ഇടമില്ല. അങ്ങനെ വലിയ തോതിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപകടാവസ്ഥയും ഒക്കെയുള്ള തരണം ചെയ്തുകൊണ്ടാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൽ നിന്നും ഈ കുട്ടികളെ സുരക്ഷിതമായി, ഇതിന് തൊട്ടടുത്ത് മദ്രസ കെട്ടിടമുണ്ട്, താൽക്കാലികമായി അവിടെ അവർ തയ്യാറാണ്. പക്ഷേ അതിന് ഒരുപാട് സാങ്കേതിക നൂലാമാലകൾ, അതിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു പുതിയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ ഇപ്പോൾ മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് മാറ്റാൻ പള്ളി കമ്മിറ്റിക്കാർ തയ്യാറാണ്. പക്ഷേ അതിനു പോലും ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നാണ്. ഒരു അപകടം വരുന്നത് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കണം. മാത്രമല്ല ഭാവിയിലും ഈ സ്കൂൾ പ്രവർത്തിക്കാൻ നല്ലൊരു കെട്ടിടം ഉൾപ്പെടെ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ സർക്കാർ വാടക കൊടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ, അത് കേരളത്തിൽ തന്നെ ഈ ഒരു സ്കൂൾ മാത്രമേ ഉണ്ടാവൂ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്തും കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടാണ് എന്ന് ഓർക്കണം. അത് മഴയും പേമാരിയും ഒക്കെ പെയ്യാൻ സാധ്യതയുണ്ട്, കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്കൂള് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ബൈജു പറഞ്ഞ പോലെ കളക്ടറും മറ്റ് വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത്. ഒരു ദുരന്തം വന്ന ശേഷമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നടപടികളെടുക്കുക. ഇക്കാര്യത്തിലെങ്കിലും അലംഭാവം മറന്ന് ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇടുക്കി ഏലപ്പാറയിൽ വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായി സ്കൂൾ ഗ്രൗണ്ടിന് നടുവിലൂടെ 11 kV ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈൻ. വർഷങ്ങളായി അപകടാവസ്ഥയിലുള്ള ഈ ലൈൻ മാറ്റാൻ KSEB തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. ലൈറ്റ് മാറ്റണമെങ്കിൽ 40,000 രൂപ വേണമെന്നാണ് KSEBയുടെ നിലപാട്. ഭീമമായ തുക കണ്ടെത്താൻ ആകാതെ സ്കൂൾ അധികൃതർ ബുദ്ധിമുട്ടുകയാണ്. സർക്കാർ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP സ്കൂൾ, ITI, അങ്കണവാടി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് അപകട ഭീഷണിക്ക് നടുവിൽ കഴിയുന്നത്. ഈ 5 സ്ഥാപനങ്ങളിലുമായി 600-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവരുടെ ഏക ആശ്രയമായ കളിക്കളത്തിന് നടുവിലൂടെയാണ് 11 kV ഹൈ വോൾട്ടേജ് ലൈൻ കടന്നുപോകുന്നത്. സ്കൂൾ മേളകൾക്ക് പുറമെ ഏലപ്പാറ പഞ്ചായത്തിലെ വിവിധ കലാകായിക മേളകളും കാർണിവലുകളുമൊക്കെ ഇതേ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാറായ ഇരുമ്പ് പോസ്റ്റുകളിലാണ് ലൈൻ വലിച്ചിരിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ദുരന്തം ഉണ്ടായേക്കാവുന്ന അവസ്ഥ. വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ സ്കൂൾ അധികൃതർ KSEBയെ സമീപിച്ചെങ്കിലും അനുകൂലമായ നിലപാടുണ്ടായില്ല. ലൈൻ മാറ്റി സ്ഥാപിക്കാൻ 40,000-ലധികം രൂപ സ്കൂൾ അധികൃതർ നൽകണമെന്നാണ് KSEBയുടെ നിലപാട്. തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ലൈൻ മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പീരുമേട് MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. മണ്ഡലത്തോടുള്ള ആത്മബന്ധം ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പറിലും പ്രകടമാക്കുകയാണ് തൊടുപുഴ MLA അബു ജോസഫ്. ചീഫ് വിപ്പിന് അനുവദിച്ച ഔദ്യോഗിക വാഹനത്തിൽ തൊടുപുഴയുടെ മോട്ടോർ വാഹന രജിസ്ട്രേഷൻ കോഡായ 38 എന്ന നമ്പറാണ് അബു ജോൺ ജോസഫ് തെരഞ്ഞെടുത്തത്. തൊടുപുഴയോടും നാട്ടുകാരോടുമുള്ള സ്നേഹത്തിന്റെ പ്രതീകമായാണ് ഈ തീരുമാനമെന്നാണ് അബു പറയുന്നത്. ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴയ്ക്ക് സ്വന്തമായി ഒരു സ്റ്റേറ്റ് കാർ മടങ്ങി വന്നിരിക്കുകയാണ്. സർക്കാർ ചീഫ് വിപ്പായി ചുമതലയേറ്റതോടെ ഔദ്യോഗിക വാഹനത്തിനും നാടിൻ്റെ സ്പർശം നൽകുകയാണ് തൊടുപുഴ MLA അബു ജോസഫ്. കേരള സ്റ്റേറ്റ് സീരീസിലുള്ള ഔദ്യോഗിക വാഹനത്തിന് തൊടുപുഴയുടെ മോട്ടോർ വാഹന രജിസ്ട്രേഷൻ നമ്പറായ 38 എന്ന നമ്പറാണ് അബു തിരഞ്ഞെടുത്തത്. ഒന്നാം വിജയത്തിൽ തന്നെ ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടിയെന്ന് പറയുന്നത് ഇത് തൊടുപുഴയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ ഇത് തൊടുപുഴയുടെ ആ ഒരു RTO നമ്പർ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണവും ഇത് തൊടുപുഴയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത വണ്ടി. 56 വർഷമായിട്ട് തൊടുപുഴയുമായിട്ട് ആത്മബന്ധം, തൊടുപുഴയെ കണ്ണിലെ കൃഷ്ണമണി വഴി നോക്കി കൊണ്ടു നടക്കുന്ന, ഇന്നും തൊടുപുഴയുടെ വികസനം, സമഗ്ര വികസനം സ്വപ്നം കാണുന്ന പി ജോസഫിൻ്റെ കാലടികൾ പിന്തുടർന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു വിക്ടറി ഇവിടെ നമുക്ക് ഉണ്ടായത്. മന്ത്രിമാരും മറ്റ് ക്യാബിനറ്റ് പദവിയിലുള്ളവരും ഇഷ്ടപ്പെട്ട നമ്പറുകൾ മുൻകൂട്ടി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിലും 38 എന്ന നമ്പർ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. പിതാവ് PJ ജോസഫിനും തൊടുപുഴയോടുള്ള ആത്മബന്ധം സുപ്രസിദ്ധമാണ്. അതേ വഴിയിൽ തന്നെയാണ് പുതിയ MLAയുടെയും യാത്ര. ന്യൂസ് 18 തൊടുപുഴ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇടപെട്ടതോടെ ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് സർവേ നടപടികൾ ആരംഭിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മലയോര ജനതയ്ക്ക് പുതിയ പ്രതീക്ഷ.
വനം വകുപ്പും ദേശീയപാത വിഭാഗവും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നേര്യമംഗലം വനമേഖലയിൽ മുടങ്ങിക്കിടന്ന റോഡ് നിർമ്മാണ ജോലികൾ ഉടൻ പുനരാരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് സർവേ നടപടികൾക്ക് തുടക്കമായി. ഈ സർവേ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി റോഡ് പണി എത്രയും വേഗം പുനരാരംഭിക്കാനാണ് ദേശീയപാത വിഭാഗത്തിന്റെ തീരുമാനം. വനം വകുപ്പും ദേശീയപാത അതോറിറ്റിയും തമ്മിലുള്ള തർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങിയതോടെയാണ് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായി തടസ്സപ്പെട്ടത്. ഇതിനെതിരെ ദേശീയപാത സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയിരുന്നു. മുൻപ് പ്രതിപക്ഷ നേതാവായിരിക്കെ ഈ പ്രദേശം സന്ദർശിച്ച ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിഷയത്തിൽ ഇടപെടുമെന്ന് അന്ന് മലയോര നിവാസികൾക്ക് ഉറപ്പു നൽകിയിരുന്നു. വാഗ്ദാനം പാലിച്ചുകൊണ്ട് പുതിയ സർക്കാരിന്റെ സജീവമായ ഇടപെടലാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിലേക്കും സർവേ നടപടികളിലേക്കും വഴി തുറന്നിരിക്കുന്നത്. ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങളിലെ നിർമ്മാണ ജോലികളെല്ലാം നിലവിൽ അന്തിമഘട്ടത്തിലാണ്. നേര്യമംഗലം വനമേഖലയിലെ തർക്കങ്ങൾ കൂടി പരിഹരിക്കപ്പെടുന്നതോടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് മലയോര ജനത. ന്യൂസ് 18 ഇടുക്കി. പ്രീമിയം സാരി ഡിസൈനർ മെറ്റീരിയൽ ബ്രാൻഡായ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.